മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടന് വലിയ തിരിച്ചടി. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസെടുക്കേണ്ടതില്ലെന്ന് വിജിലൻസ് കോടതി. ഇതിന്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കമലേഷ് തെക്കേക്കാട് ചേരുകയാണ്. കമലേഷ്, ഈ വ്യവഹാരങ്ങളുടെ തുടർച്ചയിൽ തന്നെ പല തിരിച്ചടികളും ഹർജിക്കാർക്ക് നേരിട്ടതാണ്. ഇപ്പോഴിതാ വിജിലൻസ് കോടതിയിൽ നിന്നും തിരിച്ചടിയാണ്. എന്തൊക്കെയാണ് കോടതി പറഞ്ഞത്? ഇനി ഇതിന്മേലുള്ള തുടർവാദങ്ങളുണ്ടോ? എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? തീർച്ചയായും ഈ മാത്യു കുഴൽനാടൻ ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ട് കേസെടുക്കണമെന്നതായിരുന്നു ആവശ്യം. പക്ഷേ ഇത് തള്ളുകയാണ്. അത്തരത്തിൽ കേസെടുക്കേണ്ട സാഹചര്യമില്ല എന്നാണ് ഇപ്പോൾ വിജിലൻസ് കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. വിജിലൻസ് കോടതിയിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് വിജിലൻസ് സമർപ്പിച്ചിട്ടുണ്ട്. ഇത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിവിധ തെളിവുകൾ, അതായത് വളരെ ഗൗരവതരമായ തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്നതായിരുന്നു മാത്യു കുഴൽനാടൻ നേരത്തെ അറിയിച്ചിരുന്നത്. ഇത് മുൻനിർത്തിയുള്ള ചില ആരോപണങ്ങളാണ് മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഉന്നയിക്കുകയും ചെയ്തത്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു തെളിവും ഇതുവരെയും വിജിലൻസിന് മുന്നിൽ ഹാജരാക്കാൻ മാത്യു കുഴൽനാടന് സാധിച്ചിട്ടില്ല എന്നാണ്. അങ്ങനെയാണോ ഈ വിജിലൻസിനോട് റിപ്പോർട്ട് നൽകാനായി ആവശ്യപ്പെട്ടിരുന്നു കോടതി? വിജിലൻസ് നൽകിയ റിപ്പോർട്ടിലും അത് തന്നെയാണോ പറയുന്നത്? മാത്യു കുഴൽനാടന്റെ പക്കലുള്ള തെളിവുകൾ പര്യാപ്തമായതല്ല, പറയുന്നത് പോലെയല്ല എന്നാണോ വിജിലൻസ് റിപ്പോർട്ട് നൽകിയത് കോടതിയിൽ? തീർച്ചയായും അജിംഷാദ്, അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വിജിലൻസ് ആണ് ഇത് സംബന്ധിച്ച ഒരു വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. മാത്യു കുഴൽനാടൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള തെളിവുകളും ഹാജരാക്കാൻ മാത്യു കുഴൽനാടന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കേവലം ആരോപണങ്ങൾ മാത്രമാണ് ഉന്നയിച്ചത്. നേരത്തെ മാധ്യമപ്രവർത്തകരുടെ മുന്നിലും ഇത്തരത്തിൽ വിവിധ തെളിവുകൾ താൻ ഹാജരാക്കും എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് മാധ്യമപ്രവർത്തകർ ആവശ്യപ്പെട്ടപ്പോൾ ഒരു രേഖകളും ഇത് സംബന്ധിച്ച ഒരു രേഖകളും ഹാജരാക്കാൻ സാധിച്ചിട്ടുമില്ല. ഈ കാര്യങ്ങൾ തന്നെയാണ്, അതായത് വിജിലൻസിനും ഇത്തരത്തിലുള്ള തെളിവുകളൊന്നും തന്നെ മാത്യു കുഴൽനാടൻ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കമലേഷ് ഒരു ക്ലാരിറ്റി വരുത്താനാണ്. അതായത് നേരത്തെ ഈ ഹർജി പരിഗണിക്കുന്ന വേളയിൽ വിജിലൻസിനെതിരായി ചില വാദങ്ങൾ മാത്യു കുഴൽനാടൻ ഹർജിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതിന്മേൽ വിജിലൻസ് ഇതിന്റെ വിവരങ്ങൾ റിപ്പോർട്ടായി നൽകണം, എന്താണ് വിജിലൻസിന്റെ നിലപാടെന്ന് സംബന്ധിച്ചായിരുന്നു കോടതി ചോദിച്ചിരുന്നത്. വിജിലൻസ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ച ഈ വാദങ്ങളാണോ അതോ കോടതി തീർപ്പ് കൽപ്പിച്ചതാണോ കേസെടുക്കേണ്ടതില്ലെന്ന്? കോടതി തീർപ്പ് കൽപ്പിച്ചതല്ല, വിജിലൻസ് ഈ കോടതിയിൽ സമർപ്പിച്ച സംബന്ധിച്ചാണ് ഇപ്പോൾ വാർത്തകൾ വന്നിട്ടുള്ളത്. ഈ റിപ്പോർട്ടിനകത്ത് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസെടുക്കേണ്ട സാഹചര്യമില്ല, അത്തരത്തിലുള്ള യാതൊരു തെളിവുകളും ഇല്ല എന്ന ഒരു റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ ഇപ്പോൾ വിജിലൻസ് സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. മാത്യു കുഴൽനാടനാണ് ഇത്തരത്തിൽ വലിയ ഒരു ആരോപണം മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഉന്നയിച്ചത്. പക്ഷേ ഒരു തരത്തിലുള്ള തെളിവുകളും ഇത്രയും നാളായിട്ടും വിജിലൻസിന് മുന്നിൽ സമർപ്പിക്കാൻ മാത്യു കുഴൽനാടൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ വിവരങ്ങളാണ് നേരത്തെ ഞാൻ പങ്കുവച്ചത്. നേരത്തെ മാധ്യമപ്രവർത്തകരോടും മാത്യു കുഴൽനാടൻ ഇതേ അവകാശവാദം തന്നെയാണ് ഉന്നയിച്ചത്. തന്റെ പക്കൽ കൂടുതൽ തെളിവുകളുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു തരത്തിലുള്ള തെളിവുകളും മാധ്യമങ്ങൾക്ക് മുന്നിലോ വിജിലൻസ് മുന്നിലോ നൽകാൻ മാത്യു കുഴൽനാടന് സാധിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു കേസെടുക്കേണ്ട സാഹചര്യമില്ല, അത്തരത്തിലുള്ള തെളിവുകളൊന്നും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഇല്ല എന്നൊരു റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. അന്വേഷണത്തിന് ആവശ്യമായ ഒരു തരത്തിലുള്ള തെളിവുകളും മറ്റൊരു തരത്തിലുള്ള സഹായവും മാത്യു കുഴൽനാടന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അത്തരം തെളിവുകളൊന്നും ഇതുവരെയും വിജിലൻസിന് മുന്നിൽ ഹാജരാക്കിയിട്ടുമില്ല എന്ന റിപ്പോർട്ടാണ് കോടതിയിൽ ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. ഇത് തുടർവാദത്തിനായി കേസ് ഈ മാസം 27 കോടതി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അജിംഷാദ്, മുൻപും ഇതിന് സമാനമായ രീതിയിൽ കോടതിയിൽ നിന്ന്, കീഴ്ക്കോടതികളിൽ നിന്ന് തിരിച്ചടി കിട്ടിയിരുന്നു. അതായത് ഈ ഇതിൽ പര്യാപ്തമല്ല, തെളിവുകൾ കേസെടുക്കാൻ പര്യാപ്തമല്ല, പിന്നീടാണ് അത് ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ വിജിലൻസ് കോടതിയിൽ ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ വിജിലൻസിന്റെ ഈ വാദങ്ങളാണ് ഏറ്റവും പ്രസക്തമാകുന്നത്. അതായത് മാത്യു കുഴൽനാടൻ പറയപ്പെടുന്നത് പോലെ ഒരു തെളിവും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഹാജരാക്കിയിട്ടില്ല. നേരത്തെ LDF അടക്കമുള്ളവർ ഉന്നയിച്ചിരുന്നത്, ഇടതുപക്ഷം അടക്കമുള്ളവർ പാർട്ടികൾ ഉന്നയിച്ചിരുന്നത് വെറുതെ പുകമറ സൃഷ്ടിച്ച് തേജോവധം നടത്തി രാഷ്ട്രീയ നേട്ടത്തിനായിട്ടുള്ള നീക്കം എന്നല്ലാതെ തെളിവുകളൊന്നുമില്ല. അതിന് സമാനമായി തന്നെയാണ് വിജിലൻസും ഇപ്പോൾ പറയുന്നത് കോടതിയിൽ, അല്ലേ കമലേഷ്? തീർച്ചയായും അജിംഷാദ്, നേരത്തെ തന്നെ ഇടതുപക്ഷം അല്ലെങ്കിൽ CPM അടക്കമുള്ള സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നത് അത്തരത്തിൽ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ നിയമപരമായി മാത്യു കുഴൽനാടൻ മുന്നോട്ട് പോകട്ടെ, കോടതിയിലോ അന്വേഷണ സംഘത്തിന് മുന്നിലോ ഈ തെളിവുകൾ ഹാജരാക്കട്ടെ, അതിലൊന്നും ആർക്കും യാതൊരു തടസ്സവുമില്ല എന്നൊരു ഒരു വിശദീകരണം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് CPM-ഉം ഇടതുപക്ഷ പാർട്ടികളും LDF-ഉം എല്ലാം തന്നെ നൽകിയിട്ടുള്ളത്. എന്നാൽ ആ നിലയിൽ തന്നെ ഒരു തരത്തിലുമുള്ള തെളിവുകൾ ഹാജരാക്കാൻ മാത്യു കുഴൽനാടന് കഴിഞ്ഞിട്ടില്ല. അത് വിജിലൻസിന് മുന്നിലോ അന്വേഷണ സംഘത്തിന് മുന്നിലോ അതോടൊപ്പം തന്നെ കോടതിയിലോ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും വിജിലൻസിന്റെ ഈ റിപ്പോർട്ട് തന്നെയാണ് കോടതി പരിഗണിക്കുക. കോടതിക്ക് മുന്നിൽ യാതൊരു തെളിവുകളും ഇല്ലാതെ കേവലം ഒരു ആരോപണമായി മാത്രം നിൽക്കുന്ന ഒരു കേസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നത് കോടതിയെ സംബന്ധിച്ചും തീർച്ചയായും അത് വളരെ നിർണായകമാണ്. വിജിലൻസിന്റെ റിപ്പോർട്ട് വളരെ നിർണായകമാണ്. വിജിലൻസ് ഈ റിപ്പോർട്ട് സമർപ്പിച്ച വേളയിൽ കോടതി എന്താണ് പറഞ്ഞത്?
ഇത് സംബന്ധിച്ച് തുടർവാദം കേൾക്കാം എന്ന് മാത്രമാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. തുടർവാദങ്ങൾക്ക് എന്നാണ് തുടർവാദം കമലേഷ്? ഈ മാസം 27-നാണ് ഇതിന്റെ കേസിന്റെ തുടർവാദം നടക്കുക. ശരി. എന്തായിരുന്നാലും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസെടുക്കേണ്ടതില്ല എന്ന നിലപാടാണ് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. മാത്യു കുഴൽനാടന്റെ ആരോപണങ്ങളിൽ മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്നത് പോലെ ഒരു തെളിവും ഈ സംഭവത്തിൽ വിജിലൻസിന് മുമ്പിൽ സമർപ്പിച്ചിട്ടില്ല എന്നാണ് വിജിലൻസ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ തുടർവാദത്തിനായി കേസ് 27-ലേക്ക് മാറ്റി. മാത്യു കുഴൽനാടന് വലിയ തിരിച്ചടിയാണ്.